നമ്മൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ ബഡ് മൂടാതിരിക്കുക. കാരണം ബഡിൻ്റെ മുകളിൽ വെള്ളം കെട്ടി 2-3 ദിവസമൊക്കെ കടന്നു കഴിഞ്ഞാൽ ജാതിക്ക് കേടുപാടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു സമയം വരുമ്പോൾ ജാതി കാറ്റത്ത് പെടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ നാടൻ ജാതിയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു 2000 കായ ഉണ്ടാകുന്ന ഒരു മരം വേണമെന്നില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു 600 കായ പിടിച്ചാൽ പോലും 2000-ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടും. ഇതൊരു 60 കായ്ക്ക് 1 കിലോ വരും. അതായത് ഏകദേശം ഒരു കായയുടെ തൂക്കം എന്ന് പറയുന്നത് ഒരു 18 ഗ്രാം തൊട്ട് 22-24 ഗ്രാം വരെ തൂക്കം വരുന്ന കായയുടെ വലിപ്പം ഉള്ള ഒരു വെറൈറ്റിയാണത്. കഴിഞ്ഞ വർഷം 2300 രൂപ വരെ ആയിരുന്നു ജാതി പത്രിയുടെ വിലയെങ്കിൽ ഈ തവണ 2700 രൂപ വരെ ജാതി പത്രിക്ക് ഇപ്പോൾ കറണ്ട് ഈ മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിന് വിലയുണ്ട്. നിങ്ങൾ ഏത് നഴ്സറിയിൽ നിന്ന് മേടിച്ചാലും അവരോട് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ജാതിക്ക് എത്ര കായ്ക്ക് ഉണ്ടാവും, നന്നായിട്ട് കായ്ക്കുന്നതാണോ, ചൂടുള്ള കാലാവസ്ഥയെ കായ്ക്കുന്നതാണോ, ഇത് ഒരു 5 വർഷം കഴിയുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടും. എല്ലാവർക്കും നമസ്കാരം. ഏതൻ ജാതി പ്ലാന്റേഷൻ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൻ ജാതി പ്ലാന്റേഷൻ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാന്റേഷനാണ്. നമുക്ക് ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലത്ത് 40-ലധികം വെറൈറ്റികളുള്ള കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ജാതി പ്ലാന്റേഷനാണ് ഏതൻ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഏതൻ പ്ലാന്റേഷൻ വരുന്നത് കൂട്ടിക്കലാണ് നമ്മുടെ ഈ 10 ഏക്കർ വരുന്ന പ്ലാന്റേഷനും തോട്ടങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഉള്ളത്. നമുക്ക് ഏകദേശം ഒരു 40 വെറൈറ്റിയിലായിട്ട് 1000-ലധികം മരങ്ങൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 2500-ഓളം മദർ പ്ലാന്റിന് വേണ്ടിയിട്ട്, അതായത് ബഡ്വുഡ് എടുക്കാൻ വേണ്ടിയിട്ട് മദർ പ്ലാന്റും വിവിധ ഇനങ്ങളുടെ സംരക്ഷിക്കുന്ന ഒരു തോട്ടമാണ് നമ്മുടെ തോട്ടം. നമ്മൾ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഏതൻ സെലക്ഷൻ, അതുപോലെ പൊള്ളാച്ചി, മഞ്ഞപ്പത്രി ജാതി, അതുപോലെ തന്നെ പേരിടാത്ത ഒരു ഹൈ റേഞ്ച് വെറൈറ്റി ജാതി, ഇങ്ങനെ 4 വെറൈറ്റി ജാതികളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഇപ്പം കർഷകർക്ക് കൊടുക്കുന്നത്. ഇപ്പം ഏതൻ സെലക്ഷനെ പറ്റി പറയുവാണെങ്കിൽ ഏകദേശം ഒരു 60 കായ്ക്ക് 1 കിലോ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ലോ റേഞ്ചിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. 270 പത്രി 250 പത്രിക്ക് 1 കിലോ വരുന്ന ലോ റേഞ്ചിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഏതൻ സെലക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്ന ഒരു വെറൈറ്റി. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വെറൈറ്റി ഉണ്ട്, പൊള്ളാച്ചി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ വെറൈറ്റി ഒരു 70-80 കായ്കൾ വേണം. അതുപോലെ തന്നെ നമുക്കൊരു 290-300 പത്രിയോളം വേണം. എന്നാൽ ആ മരത്തിൽ എണ്ണം ധാരാളമായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി എന്ന് പറയുന്ന വെറൈറ്റി. പിന്നെ മറ്റൊരു വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മഞ്ഞപ്പത്രി വെറൈറ്റിയാണ്. അതിൻ്റെ പത്രി മഞ്ഞ കളറിലായിരിക്കും. മൂപ്പെത്തുന്ന സമയത്തും അത് മഞ്ഞ കളറായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ആ പത്രിക്ക് ഇപ്പം അതൊരു വലിയ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേങ്കിൽ ഓർണമെൻ്റലായിട്ടൊക്കെ ആളുകൾ ഇപ്പം ധാരാളമായിട്ട് അത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലാൻഡ്സ്കേപ്പിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് മഞ്ഞപ്പത്രി. കാരണം വളരെ ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് മഞ്ഞപ്പത്രി. അതുപോലെ തന്നെ ഹൈ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. അതിൻ്റെ ഒരു 50 കായ്ക്ക് 1 കിലോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 260 പത്രിക്കും 1 കിലോ ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ പ്രൊഡക്ഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ലോ റേഞ്ചിൽ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതുവരെ അറിയത്തില്ല. കാരണം ലോ റേഞ്ചിലോട്ടൊക്കെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ 4 വെറൈറ്റി ജാതികളാണ് നമ്മളിപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമുക്ക് കാട്ടുജാതികളും നാടൻ ജാതികളും ഒക്കെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. നമുക്ക് നഴ്സറിയിൽ ഡെലിവറി സൗകര്യമുണ്ട്. നമുക്ക് കേരളത്തിലെ ഏത് ഭാഗത്തോട്ടാണെങ്കിലും ഒരു 50 ജാതിയൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് ഡെലിവറി ഉണ്ട്. ഇപ്പം തൃശ്ശൂർ വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് എല്ലാ മാസങ്ങളിലും തന്നെ അത്യാവശ്യം ഡെലിവറികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു 100 ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആണെങ്കിലും നമ്മൾ ഡെലിവറി ആയിട്ട് ചെയ്യും. കൊറിയറായിട്ട് നമുക്ക് കൊറിയർ സംവിധാനം നമ്മുടെ നഴ്സറിയിലില്ല. പക്ഷേ ഡെലിവറി ആയിട്ട് നമ്മൾ വീടുകളിൽ തന്നെ തൈകൾ എത്തിച്ച് നൽകുന്നുണ്ട്. കൂടാതെ നമ്മൾ കേരളത്തിലെ നഴ്സറികൾക്കാണ് മെയിനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ജാതി തൈകളുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് കാട്ടുജാതികൾ. എല്ലാ നഴ്സറികളിലും ഒന്നും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല കാട്ടുജാതി. ഇതാണ് നമ്മുടെ കാട്ടുജാതി. ഇത് 8-ക്ക് 10 കവർ സൈസിൽ വരുന്നൊരു ജാതിയാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല വെയിലത്ത് വെച്ച് ഹാർഡൻ ചെയ്തിട്ടുള്ള തൈകളാണ്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്കിൽ തന്നെ ബഡ് ചെയ്യാൻ പറ്റുന്ന തൈകളാണിത്. ഇത് നമ്മുടെ നഴ്സറിയിൽ 35 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. നല്ല വെറൈറ്റീസ് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാട്ടുജാതി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ നഴ്സറിയിൽ നമ്മളിപ്പം ജാതി കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം, പ്രധാനമായിട്ട് കാട്ടുജാതി അതുപോലെ തന്നെ നാടൻ ജാതി എന്നിങ്ങനെ 2 ഇനങ്ങളിലാണ് ജാതി വരുന്നത്. അപ്പം കൂടുതൽ ആളുകൾ ഇപ്പം നാടൻ ജാതികളിലായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വന്ന് കാട്ടുജാതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലത് കാട്ടുജാതിയിൽ കൃഷി ചെയ്യുന്നതാണ്. നാടൻ ജാതിക്ക് പക്കുവേര് മാത്രമേ ഉള്ളൂ. കാട്ടുജാതിക്ക് പക്ഷേ തായ്വേരുണ്ട്.
നമ്മൾ ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോകുമ്പോൾ നമുക്ക് പക്കുവേരും കിട്ടും. അപ്പം കാട്ടുജാതി കൃഷി ചെയ്യുവാണെങ്കിൽ നാടൻ ജാതിയുടെ സ്വഭാവവും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ കാട്ടുജാതിയുടെ ഗുണങ്ങളും നമുക്ക് കിട്ടും. കാറ്റ് വരുമ്പോൾ മറിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ വെള്ളം ദൗർബല്യമുള്ള സ്ഥലങ്ങളിൽ, വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലും കാട്ടുജാതി നമുക്ക് അനുയോജ്യമാണ്. കാരണം വളരെ കുറച്ച് വെള്ളം മതി കാട്ടുജാതി ആണെങ്കിൽ. നമ്മൾ ജാതി കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് മണ്ണിളക്കമുള്ള സ്ഥലങ്ങളിലാണ് വലിയ കുഴികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് ഇപ്പം ജാതി കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു മെയ് മാസം തൊട്ട് നല്ല പുതുമഴ പെയ്ത് മണ്ണെല്ലാം നന്നായിട്ട് ലൂസായതിനു ശേഷമാണ് നമുക്ക് ജാതി കുഴിച്ചു വെക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ. ഇതിപ്പോൾ നമ്മുടെ ഒരു ജാതി കുഴിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ കാട്ടുജാതിയും നാടൻ ജാതിയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇത് ഈ താഴെ കാണുന്ന റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് കാട്ടുജാതിയാണ്. ഇവിടം വരെ നമ്മളുടെ കാട്ടുജാതിയാണ് നിൽക്കുന്നത്. ഈ കാട്ടുജാതിയുടെ മേളിൽ ഇവിടെയായിട്ടാണ് നമ്മൾ ബഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു അരയടിയും കൂടെ കഷ്ടിച്ചില്ല. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ബഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ വെറൈറ്റിയാണ്. അത് ഇവിടെ ടാഗ്, നമ്മുടെ എല്ലാ വെറൈറ്റിയിലും ടാഗ് ഇടാറുണ്ട്. അപ്പോൾ ടാഗ് ഇട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ ബഡ് മൂടാതിരിക്കുക. കാരണം ബഡിൻ്റെ മുകളിൽ വെള്ളം കെട്ടി 2-3 ദിവസമൊക്കെ കടന്നു കഴിഞ്ഞാൽ ജാതിക്ക് കേടുപാടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് കാട്ടുജാതി എത്ര ദിവസം വെള്ളത്തിൽ കടന്നാലും വലിയ പ്രശ്നങ്ങൾ വരാറില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വരാറുള്ളൂ. കാട്ടുജാതിക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു പവറുണ്ട്. എന്നാൽ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിലും ഈ ബഡ് വുഡ് നമ്മൾ പതുക്കെ മൂടി വരണം. അതായത് പതുക്കെ കൂനയിട്ട് ഈ ബഡ് വുഡ് മൂടി കളയുക. ഈ കാട്ടുജാതി കംപ്ലീറ്റ് ആയിട്ട് മണ്ണിൻ്റെ അടിയിൽ പോകണം. അതുപോലെ തന്നെ നമ്മുടെ ബഡ് പിടിച്ചതിൻ്റെ മേളുവശത്ത് മണ്ണ് പതുക്കെ ഇപ്പോൾ 2-3 വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്നതിന് മുമ്പായിട്ട് മണ്ണിട്ട് പൊക്കിക്കൊണ്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പക്കുവേര് ഉണ്ടാകും. കാട്ടുജാതിയുടെ ഗുണവും അതുപോലെ തന്നെ നാടൻ ജാതിയുടെ ഗുണവും നമുക്ക് ഈ ഒരു ചെടിയെ തന്നെ കിട്ടും. വെള്ളം ഇച്ചിരി കുറവാണെങ്കിലും കാട്ടുജാതി അതിനെ പ്രതിരോധിക്കും. അതുപോലെ തന്നെ ജാതി കർഷകർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു 20 വർഷം 25 വർഷമൊക്കെ ആയി ജാതിയിൽ നല്ല രീതിയിൽ കായ്ക്കുന്നൊരു 20 അടി പൊക്കം 30 അടി പൊക്കമൊക്കെ ആകുമ്പം നല്ല രീതിയിൽ കായ്ക്കുന്നൊരു സമയം വരുമ്പോൾ ജാതി കാറ്റത്ത് പെടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ നാടൻ ജാതിയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. 99% നാടൻ ജാതി മരങ്ങളാണ് അങ്ങനെ കടപുഴുകി പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാട്ടുജാതി കൃഷി ചെയ്യുക, കാട്ടുജാതി കുഴിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷങ്ങൾ കൊണ്ട് ഇതിപ്പം അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഡിസംബറിലെ വളവിടുന്ന സമയത്ത് ഇതിൻ്റെ ബഡ് വുഡ് മൂടിക്കളയുക. മഴയത്ത് ബഡ് വുഡ് മൂടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഡിസംബർ നവംബറൊക്കെ ആകുമ്പോഴത്തേന് പതുക്കെ ബഡ് വുഡ് മൂടിക്കളഞ്ഞ് കൃഷി ചെയ്യുക. അതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കൃഷി. ഇത് എല്ലാ കർഷകരും, അതായത് ഇപ്പം കാട്ടുജാതിയിൽ ഒരുപാട് പരാതികൾ വരുന്നത് ഈൽഡ് കുറയുന്നുണ്ടെന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഈ ബഡ് വുഡ് മൂടി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് പക്കുവേരുണ്ടാകും. പക്കുവേരുണ്ടാകുമ്പോൾ നമ്മുടെ മേൽവളങ്ങൾ മാക്സിമം ജാതി വലിച്ചെടുക്കും. കാരണം കാട്ടുജാതിക്ക് തായ്വേര് മാത്രമേ ഉള്ളൂ, പക്കുവേരുകൾ ഒന്നും തന്നെ കാണത്തില്ല. ചെറിയ 1-2 സപ്പോർട്ടിങ് വേര് മാത്രമേ കാണത്തുള്ളൂ. വളം വലിച്ചെടുക്കുന്നതെല്ലാം നാടൻ ജാതിയുടെ പക്കുവേരായിരിക്കും. അപ്പം കായ്കൾ കുറവുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബഡ് വുഡ് മാക്സിമം മൂടി വിടുക. അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് എന്താണേലും ജാതി മരത്തിൽ അടുത്ത വർഷം കാണിക്കുന്നതായിരിക്കും. ജാതി കൃഷി കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു 20 ജാതിക്ക് ഒരു 2 അല്ലെങ്കിൽ 100 ജാതിക്ക് ഒരു 10 ആൺ ജാതിയും കൂടെ നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ പോളിനേഷൻ കൃത്യമായിട്ട് നടക്കത്തുള്ളൂ, കൃത്യമായിട്ടുള്ള ഈൽഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആൺജാതി ഉള്ള സ്ഥലങ്ങളിൽ ഈൽഡിന് ഒത്തിരി സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ തോട്ടത്തിൽ ഒരു ആൺജാതിയാണ്. ഇതിൽ ശരിക്കും കായ പിടിക്കത്തില്ല, പക്ഷേ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകും. ഇതിൽ പോളിനേഷൻ നടക്കുകയും ചെയ്യും. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ജാതിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസവും നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ജാതി നോക്കിയാൽ അറിയാം, ആ ജാതിയിലൊക്കെ നല്ല രീതിയിലുള്ള ഈൽഡ് കാണും. അപ്പം ആൺജാതി മാക്സിമം കർഷകർ ഇപ്പം ഒരു 5-10 ഒക്കെ വെക്കുന്നവർ വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു 25-30 കൂടുതൽ വെക്കുന്ന ആളുകൾ മാക്സിമം തോട്ടത്തിൽ ആൺജാതികൾ വെക്കുക. പിന്നെ ഇത് ഇപ്പം താഴെ തൊട്ട് മേള് വരെ ശിഖരങ്ങളുണ്ട്. ഇത്രയും ശിഖരങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. താഴത്തെ കുറച്ച് ശിഖരങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. കാരണം മേളിലായിരിക്കും, കാറ്റടിച്ചായിരിക്കും പ്രധാനമായിട്ട് പോളിനേഷൻ നടക്കുന്നത്. അപ്പം മേളിലായിട്ട് നിർത്തിയാൽ മതി. നമ്മുടെ സ്ഥലങ്ങൾ പോകാതെ മാക്സിമം നമുക്ക് ആൺജാതി നമ്മുടെ തോട്ടത്തിൽ നിർത്താം. അത് ഒരു സ്ഥലത്ത് വെക്കാതെ, ഇപ്പോൾ 1 ഏക്കർ സ്ഥലം ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു 60 ജാതിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 ജാതി ആ സ്ഥലത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആൺജാതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആൺജാതി ഇപ്പം ബഡ് ചെയ്തത് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ബഡ് ചെയ്തത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നാടൻ ജാതികൾ വെച്ചാലും നല്ല കായ എടുത്ത് കിളിപ്പിച്ച് നാടൻ ജാതികൾ വെക്കുവാണെങ്കിലും അതിലും പകുതി ജാതികളും ആൺജാതി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മുടെ തോട്ടത്തിൽ ആൺജാതി
വെക്കേണ്ടതാണ്. അത് ജാതി കൃഷിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് നമ്മുടെ ഏതൻ സെലക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്ന തൈയാണ്. ഇത് നമ്മൾ ടാഗ് ഇട്ടിട്ടുണ്ട്, ഏതൻ സെലക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ വെറൈറ്റിയുടെ പ്രത്യേകത ഇതൊരു 60 കായ്ക്ക് 1 കിലോ വരും. അതായത് ഏകദേശം ഒരു കായുടെ തൂക്കം എന്ന് പറയുന്നത് ഒരു 18 ഗ്രാം തൊട്ട് 22-24 ഗ്രാം വരെ തൂക്കം വരുന്ന കായുടെ വലിപ്പം ഉള്ള ഒരു വെറൈറ്റിയാണിത്. ഏകദേശം ഒരു 60 കായാണ് നമ്മൾ ആവറേജ് പറയുന്നത്. എന്നാൽ അതിൽ താഴെ മതി ഇതിൻ്റെ 1 കിലോ കായ കിട്ടാൻ വേണ്ടി. പത്രി ആണെങ്കിലും 270 പത്രിയാണ്. ഒരു 7 ഗ്രാം 8 ഗ്രാം ഒക്കെ പച്ചപ്പത്രി നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും ആവറേജ് ആയിട്ടൊരു 6 ഗ്രാം കൂട്ടിയാൽ മതി. ഒരു 270-280 പത്രി ഉണക്കപ്പത്രിക്ക് നമുക്ക് 1 കിലോ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പം നമ്മുടെ ഒരു സ്റ്റെപ്പായ തൈകളാണ്. അതായത് ഇതിപ്പം ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് വന്നിട്ട് ഇപ്പം അടുത്ത കൂമ്പും കൂടെ അടുത്ത സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുള്ള തൈകളാണ്. ഈ തൈകൾ നമ്മളിവിടെ കൊടുക്കുന്നത് 350 രൂപയ്ക്കാണ്. ഒരു സ്റ്റെപ്പ് തൈക്ക് നമ്മുടെ ഇവിടെ 350 രൂപയാണ്. നമ്മളൊരു 3-4 വർഷമായിട്ട് തന്നെ നമ്മൾ ഈ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഏതൻ സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. ഇതിപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പായി വരുന്ന തൈകളാണ്. നമുക്ക് ഈ വലിപ്പമുള്ളതൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പായത് ഇരിക്കുന്നത്. നമ്മൾ 2 സ്റ്റെപ്പായതിന് 550 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് വലിയ കവറായിരിക്കും. 2 സ്റ്റെപ്പായി നമുക്കിവിടെ സാധാരണ രീതിയിൽ വലിയ 2 സ്റ്റെപ്പ് തൈകളൊന്നും അധികം വരാറില്ല. നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വലിയ കവറിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം കുറച്ചൊരു 10-50 എണ്ണം കൂടെ 2 സ്റ്റെപ്പിൻ്റെ തൈ നമുക്ക് ഇരിപ്പുള്ളൂ. അതൊരു 550 രൂപ വെച്ചിട്ടാണ് ഏതൻ സെലക്ഷൻ്റെ വെറൈറ്റി കൊടുക്കുന്നത്. ഇത് നമ്മുടെ മഞ്ഞപ്പത്രി ഇനത്തിൽപ്പെട്ട ജാതിയാണ്. അതായത് നമ്മുടെ സാധാരണ പത്രി ചുവന്ന കളറാണ്, പക്ഷേ ഇതിൻ്റെ പത്രി മഞ്ഞ കളറായിരിക്കും. നല്ല മൂപ്പെത്തുമ്പോൾ മഞ്ഞ പത്രി ആയിരിക്കും. പത്രിക്ക് ഏകദേശം ഒരു 6 ഗ്രാമൊക്കെ തൂക്കം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡ്രൈ വെയ്റ്റ് തീരെ കുറവാണ്. അതായത് ഡ്രൈ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് 1 ഗ്രാം 1.5 ഗ്രാമിലോട്ടൊക്കെ താഴോട്ട് പോകും. അത്രയും ഡ്രൈ വെയ്റ്റ് കുറവാണ് ഈ മഞ്ഞപ്പത്രി ഇനത്തിന് വരുന്നത്. അതാണ് ഈ വെറൈറ്റിയുടെ ഒരു ചെറിയ പോരായ്മയും. കായയാണെങ്കിലും നമുക്കൊരു 90-100 കായോളം വേണ്ടി വരും 1 കിലോയ്ക്ക്. പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ഇനമാണ്. കാരണം നല്ല ബുഷായിട്ട് ഇതിൻ്റെ ഇല നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര തിക്കായിരിക്കും. ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ബുഷായിട്ടായിരിക്കും വളരുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓർണമെൻ്റലായിട്ടൊക്കെ ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പലരും ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഈ വെറൈറ്റി അത്ര യോജിച്ച ഒരു വെറൈറ്റി അല്ല. ഇതിപ്പോൾ 2 സ്റ്റെപ്പായ തൈകളാണ്. ഇതിനും 550 രൂപയാണ്. ഒരു സ്റ്റെപ്പിന് 350 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ ഇവിടുന്ന് അങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് കൊണ്ടുപോകുന്നവരോട് നമ്മൾ പറയാറുണ്ട്, ഇത് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയും അല്ല മഞ്ഞപ്പത്രി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 80-90 കായൊക്കെ വേണം 1 കിലോയ്ക്ക്. 80 കായ ആവറേജ് ഒരു 80 കായ കൂട്ടിയാൽ മതി. പത്രി ആണെങ്കിൽ ഒരു 300 പത്രി മതി. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ വർഷവും കായ്ക്കും. എല്ലാ വർഷവും ഒരുപോലെ തന്നെ കായ്ക്കും. അതുപോലെ തന്നെ കൂടുതൽ എണ്ണം പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്, കൃഷി ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. കാരണം കൂടുതൽ എണ്ണം കിട്ടും. അതുപോലെ തന്നെ എല്ലാ വർഷവും റെഗുലറായിട്ട് തന്നെ കായ്ക്കും. മറ്റുള്ള ജാതി വെറൈറ്റികൾക്കെല്ലാം 1.5 വർഷമാണ് നല്ല ഈൽഡ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് എല്ലാ വർഷവും റെഗുലറായിട്ട് നന്നായിട്ട് കായ്ക്കും. പക്ഷേ ഇതിനൊരു പോരായ്മയുള്ളത്, ഇതിനൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു മരമാണ്. ആദ്യത്തെ ഒരു 3 വർഷമൊന്നും പ്രശ്നമില്ല. കാരണം കായ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതിന് ഒരു സ്ലോ ഗ്രോത്താണ്. ഇത് പൊള്ളാച്ചി വെറൈറ്റിയാണ്. ഇതിന് നമ്മൾ 450 രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത്. പൊള്ളാച്ചി വെറൈറ്റി ഒരു തട്ടായതിന് 450 രൂപയാണ്. 2 തട്ടായത് പൊള്ളാച്ചി വെറൈറ്റി നമുക്ക് ഇല്ല, അവൈലബിൾ അല്ല. ഇപ്പം ഇത് നമ്മളൊരു 2 വർഷം ആയുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് പൊള്ളാച്ചി വെറൈറ്റി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് 2 തട്ടായിട്ടുള്ള തൈകൾ അവൈലബിൾ അല്ല, ഒറ്റ തട്ടുള്ള തൈകളേ ഉള്ളൂ. അത് തന്നെയല്ല, തൈകളും വളരെ കുറവാണ് 2 തട്ടായിട്ടുള്ളത്. ഒത്തിരി കൂടുതലൊന്നുമില്ല. അപ്പം നമുക്കൊരു 10-200 തൈയും കൂടെയൊക്കെ പൊള്ളാച്ചി വെറൈറ്റിയിൽ ഇരിപ്പുള്ളൂ. ഇത് നമ്മുടെ നാടൻ കുരുവിട്ട് കിളിപ്പിച്ച നാടൻ ജാതി തൈകളാണ്. ഇത് പലരും കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഈ ആൺജാതിക്ക് പകരം നമ്മൾ മുമ്പേ വീഡിയോ കാണിച്ച പോലെ തന്നെ ആൺജാതിക്ക് പകരം പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഏറ്റവും മുഴുത്ത കായ നോക്കി പാകുന്നതാണ്. നമ്മുടെ ഇവിടെ ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മളിവിടെ ആൺജാതി സെപ്പറേറ്റ് ആയിട്ട് ബഡ് ചെയ്യുന്നില്ല. കൂടുതൽ കൊണ്ടുപോകുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് ഇതും ഒരു 10-15 എണ്ണമൊക്കെ ആളുകൾ കൊണ്ടുപോയി വെക്കാറുണ്ട്. ഇപ്പോൾ 50 എണ്ണമൊക്കെ കൊണ്ടുപോകുന്ന ഒരു 5 എണ്ണം കൂടെ ഇതും വാങ്ങിച്ച് വെക്കാറുണ്ട്. കാരണം ഇതിൽ ആൺപൂ ഉണ്ടാവും, കൂടുതൽ പോളിനേഷൻ നടക്കും. ബഡ് ചെയ്തൊരു തൈയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇതൊരു 5 എണ്ണം വെച്ചാൽ 3 എണ്ണവും തീർച്ചയായിട്ടും ആൺജാതി തന്നെയാകാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഇത് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. നമുക്ക് 30 രൂപയാണ് നാടൻ ജാതിക്ക്. ഇത് കായ്ക്കുകയും ചെയ്യും. ഇത് ആൺജാതി ആവണമെന്ന് 100% പറയാൻ പറ്റത്തില്ല. ഇത് പകുതി സാധ്യതയാണ്. ആൺജാതി ആവാം, അല്ലെങ്കിൽ
കായ്ക്കുന്ന ജാതിയാവാം. ഏതാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കായ്ച്ച് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം മാത്രം പൂ വിടുന്ന സമയം മാത്രമേ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, 30 രൂപ വെച്ചാണ് നമ്മൾ നാടൻ ജാതി കൊടുക്കുന്നത്. നാടൻ ജാതി 30 രൂപയാണ്. അത് സൈസ് ഒന്നുമില്ല, എല്ലാ സൈസും നമ്മൾ 30 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു തട്ടൊക്കെ ഇതൊക്കെ ബഡ് ചെയ്യാനും ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ചില ആളുകൾക്ക് നാടൻ ജാതിയെ തന്നെ വെക്കണമെന്ന് നിർബന്ധമുള്ളവർ ഇതിലും ബഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മളിപ്പം കാട്ടുജാതി മാത്രമാക്കി. നമ്മുടെ കേരളത്തിൽ ഇന്ന് വളരെ അധികമായിട്ട് ജാതി കൃഷി വളർന്നു വരുന്നൊരു കാലഘട്ടമാണിത്. കാരണം ഇപ്പം ജാതിയുടെ മാർക്കറ്റിലുള്ള ഒരു വില സ്ഥിരതയാണ് അതിന് കാരണം. കഴിഞ്ഞ വർഷം 2300 രൂപ വരെ ആയിരുന്നു ജാതി പത്രിയുടെ വിലയെങ്കിൽ ഈ തവണ 2700 രൂപ വരെ ജാതി പത്രിക്ക് ഇപ്പോൾ കറണ്ട് ഈ മെയ് മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിന് വിലയുണ്ട്. അതുപോലെ തന്നെ കായ്ക്ക് കഴിഞ്ഞ തവണ ഒരു 350 രൂപയൊക്കെ ആയിരുന്നെങ്കിൽ ഈ തവണ 450 രൂപ വരെ കായ്ക്ക് പൊട്ടിക്കാത്ത ഷെല്ലോട് കൂടിയുള്ള കായ്ക്ക് വില വന്നിട്ടുണ്ട്. നേരത്തെ ജാതി കൃഷിയിലോട്ട് അധികം ആളുകൾ വരാതെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആവശ്യത്തിന് കൂടുതൽ വേണം, വേണ്ടിയ ഒരു വിളയാണ് ജാതി. അതുപോലെ തന്നെ റബ്ബറിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് ആളുകൾ കൂടുതൽ കൃഷിയിലോട്ട് വന്നിരുന്നില്ല. എന്നാൽ നേരത്തെ ഞങ്ങൾ കൃഷിയൊക്കെ തുടങ്ങിയപ്പോൾ ഒരു 7-8 വർഷങ്ങൾക്ക് പിന്നിൽ ജാതി കൃഷിയെ പറ്റിയിട്ട് അത്രയ്ക്ക് വ്യാപകമായി വെറൈറ്റീസുകളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബഡ് ജാതിക്കയുടെ പ്രോത്സാഹനങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടാണ് നമുക്ക് കേരളത്തിൽ തന്നെ ജാതിക്ക് ഇത്രയധികം വെറൈറ്റികളും ഇത്രയധികം ഇനങ്ങളും ഇത്രയധികം നല്ല ക്വാളിറ്റിയുള്ള തൈകളും ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതും അതുപോലെ ഹൈ റേഞ്ചിൽ കായ്ക്കുന്നതും ലോ റേഞ്ചിൽ കായ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ജാതി തൈകൾ വരാനായിട്ട് തുടങ്ങിയത്. നേരത്തെ കർഷകർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൈകൾ അല്ലെങ്കിൽ നല്ല വെറൈറ്റികൾ അല്ലെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ കിട്ടുന്നില്ലെന്നുള്ളതായിരുന്നു നേരത്തെ ഉള്ള കർഷകർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ കുരുവിട്ട് ഒരു ജാതി തൈ പരിപാലിച്ച് ഒരു 5 വർഷം 6 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് ആണാണോ ഇത് പെണ്ണാണോ എന്നൊക്കെ അറിയുന്നത്. അപ്പം കൃഷി അത്ര ഒരു നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ലായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അമിതമായ തൈകളുടെ വിലകളും ഇപ്പം ബഡ് തൈക്കൊക്കെ മാർക്കറ്റിൽ ഒരു 500 രൂപ തൊട്ട് 1500 രൂപ 2000 രൂപയൊക്കെ മേടിക്കുന്ന നേഴ്സറികളുണ്ട്. അപ്പം അതും കൃഷിയെ ബാധിച്ച ഒരു വലിയൊരു ഘടകമാണ്. എന്നാൽ ഇപ്പം ഈ ഒരു 2020-നൊക്കെ ശേഷം ജാതി കൃഷി കണ്ടമാനം വ്യാപിക്കുകയും വളരെ കൊമേഴ്ഷ്യലായിട്ട് ജാതി കൃഷികൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ മാറ്റി റംബൂട്ടാൻ വെക്കുന്നതിന് പകരം ആളുകൾ ജാതി വെക്കുന്നുണ്ട്. ഇപ്പം ജാതി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കൂട്ടം കാര്യങ്ങളുണ്ട്. നിങ്ങൾ വെക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വെറൈറ്റി നോക്കി തിരഞ്ഞെടുക്കുക. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ തൈ എടുക്കുമ്പം അതിൻ്റെ വലിപ്പമോ ഇപ്പോൾ 1 തട്ട് 2 തട്ട് എന്നൊക്കെ പറഞ്ഞാണ് നേഴ്സറി കൊടുക്കുന്നത്. പക്ഷേ വലിപ്പത്തിലല്ല തൈ സെലക്ഷൻ്റെ കാര്യം. എപ്പോഴും ആ വെറൈറ്റിയുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ജാതി മേടിക്കുക. ഒരിക്കലും ബഡ് ജാതി എന്ന് പറയുന്ന ജാതികളെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാവണമെന്നില്ല. അപ്പം നിങ്ങൾ ഏത് നേഴ്സറിയിൽ നിന്ന് മേടിച്ചാലും അവരോട് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ജാതി എത്ര കായ്ക്ക് ഉണ്ടാവും, നന്നായിട്ട് കായ്ക്കുന്നതാണോ, ചൂടുള്ള കാലാവസ്ഥയെ കായ്ക്കുന്നതാണോ, ഇത് ഒരു 5 വർഷം കഴിയുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നേഴ്സറിക്കാരോട് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജാതി കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര രൂപയാണ് ഒരു ജാതിയിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഇന്നിപ്പം കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ജാതി മരത്തിൽ നിന്നും ഇപ്പോൾ 1000 രൂപ തൊട്ട് ഇപ്പം ചെറിയ ജാതി എന്നൊക്കെ നമുക്ക് എത്ര രൂപ തൊട്ട് തുടക്കം നമ്മൾ പറയുന്നില്ല, പക്ഷേ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെ ഒരു ജാതിയിൽ നിന്ന് കിട്ടുന്ന ജാതികൾ കേരളത്തിൽ പല തോട്ടങ്ങളിലും ഇന്നുണ്ട്. ഇപ്പം പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ഇതിൻ്റെ വരുമാനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് ഏറ്റവും അധികം നമ്മൾ ബുദ്ധിമുട്ടുന്ന 2 കൂട്ടം കാര്യങ്ങൾ, ഒന്ന് വെള്ളവും ഇതിൻ്റെ പരിപാലനമൊക്കെയാണ്. എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ട് കായ എടുക്കുന്ന സമയത്താണ്. അതായത് കായ എടുക്കാനായിട്ട് കൂടുതൽ ഇതിന് നമുക്ക് ലേബേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. കാരണം റംബൂട്ടാൻ കിട്ടുന്ന പോലെ ഒരുമിച്ച് ഒരിക്കലും ജാതിക്ക കിട്ടത്തില്ല. ജാതിക്ക ഒരു വർഷത്തിൽ പല ദിവസങ്ങളിലായിട്ട് 1.5 ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുകയും പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജാതി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുക. ഇപ്പം നമ്മുടെ ഏതൻ സെലക്ഷൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഏതൻ സെലക്ഷൻ കൃഷി ചെയ്യുന്ന ഒരാൾ ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് ഒരു 12 തട്ട് 14 തട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ ജാതിത്തൈയുടെ വളർച്ച എത്തണം. അപ്പോൾ ഒരു 3 വർഷം നമ്മൾ ജാതിത്തൈ ഒരിക്കലും കായ്ക്കാനായിട്ട് സമ്മതിക്കരുത്. 3 വർഷത്തിന് ശേഷം കായ്പ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 12 തട്ട് 14 തട്ട് 15 തട്ടിലോട്ടൊക്കെ ജാതി എത്തും. അപ്പം ആ സമയം തൊട്ട് ജാതി കായ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 12 തട്ട് അല്ല 15 തട്ടായ ഒരു ജാതിയിൽ നിന്ന് നമുക്കൊരു 200-300 കായ കിട്ടിയാൽ പോലും ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് നമ്മുടെ വെറൈറ്റിയുടെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 200 കായ നമുക്ക് കിട്ടിയാൽ 3 കിലോ
പരിപ്പ് 3 കിലോ കായ നമുക്ക് കിട്ടും. ഒരു 60 കായ വെച്ച് കൂട്ടിയാൽ പോലും 3 കിലോ കായ കിട്ടും. 1 കിലോ പത്രിയും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 1 കിലോ പത്രിയും 3 കിലോ കായും ഇന്ന് കിട്ടിയാൽ ഒരു 4000 രൂപയോളം നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അതായത് 3 കിലോ കായ അല്ലെങ്കിൽ 200 കായ കിട്ടുമ്പോഴത്തെ ഒരു വരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം നമുക്ക് ഒരു മരത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു 200 കായ കിട്ടാൻ ഒരു 5 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് 200 കായ കിട്ടും. പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ ഈൽഡ് കൂടിക്കൂടി വരും. ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു മരത്തിൽ നിന്ന് സുഖമായിട്ട് ഒരു 1000-1500 കായ ഒരു സീസണിൽ, ഒരുമിച്ചല്ല ഒരു സീസണിൽ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു 1500 കായ അല്ലെങ്കിൽ ഒരു 2000 കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 30 കിലോ കായും അതുപോലെ തന്നെ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു 5 കിലോയ്ക്ക് അല്ലെങ്കിൽ 4 കിലോയ്ക്ക് 1 കിലോ പത്രിയും കിട്ടുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഏതൻ സെലക്ഷൻ വെറൈറ്റി. അപ്പം 30 കിലോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഏകദേശം ഒരു 8 കിലോ പത്രിയൊക്കെ കിട്ടാം. 8 കിലോ പത്രി നോക്കണ്ട, കാരണം ഫസ്റ്റ് ക്വാളിറ്റി പത്രി ആയിരിക്കും, അത്രയും കിട്ടാൻ സാധ്യതയില്ല. ഒരു 6 കിലോ പത്രി കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തു നിന്ന് ഒരു 2 കിലോ സെക്കൻഡ് ക്വാളിറ്റി പത്രിയും കിട്ടും. അപ്പം നമുക്ക് ഒരു 10 വർഷം ആകുമ്പോഴത്തേക്കിന് ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ജാതിയിൽ നിന്ന് ഒരു 25,000-30,000 രൂപയൊക്കെ വരുമാനം കിട്ടുന്ന ഒരു രീതിയിലേക്ക് കൃഷി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് ഒരു കാരണവശാലും നിങ്ങൾ 3 വർഷത്തിന് മുമ്പ് കായ്പ്പിക്കരുത്. ജാതിയുടെ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അമിതമായ വളപ്രയോഗങ്ങൾ ജാതിക്ക് ഗുണകരമാകത്തില്ല. വളരെ കുറച്ച തോതിൽ ഇടവേള കിട്ടും. 3 മാസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൃഷിക്ക് അനുയോജ്യം. അപ്പം പുതിയതായിട്ട് വരുന്ന കർഷകർ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം തൈ സെലക്ഷൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വെറൈറ്റി മനസ്സിലാക്കി തന്നെ ചെയ്യുക. അതുപോലെ തന്നെ കായും പത്രിക്ക് ഇന്ന് 2600 രൂപ വിലയുണ്ട്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ബഡ് ജാതി വെക്കുന്നതും ഇപ്പം നമ്മുടെ നോർമലായിട്ടൊരു നാടൻ ജാതിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാടൻ ജാതിയിൽ 150 കായമാണ് 1 കിലോ ആകാൻ വേണ്ടിയിട്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ ഏതൻ സെലക്ഷനാണ് 60 കായിൽ താഴെ മതി. ഇപ്പം 3-1 ലേബർ മതി ഇത് പെറുക്കിയെടുക്കാനാണെങ്കിൽ പോലും. ഇപ്പം ഒരു 2000 കായ ഉണ്ടാകുന്ന ഒരു മരം വേണമെന്നില്ല. അതിൻ്റെ സ്ഥാനത്ത് ഒരു 600 കായ പിടിച്ചാൽ പോലും 2000-ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടും. രണ്ടാമത്തെ കാര്യം, 150 കായ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ, 150 കായ 1 കിലോ ആവുന്നത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് 300 രൂപയായിരിക്കും തരുന്നത്. കാരണം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് സെക്കൻഡ് ക്വാളിറ്റി ആയിപ്പോവും. അപ്പോൾ നമുക്ക് കിലോയ്ക്ക് ഒരു 300-320 രൂപയായിരിക്കും കിട്ടുന്നത്. അതേ സ്ഥാനത്ത് 60 കായ 1 കിലോ വരുന്നത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് 450 രൂപയാണ് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ഇപ്പം നല്ല ഹൈബ്രിഡ് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലേബർ അല്ലെങ്കിൽ കർഷകർ നന്നായിട്ട് അധ്വാനിച്ചാണ് ഇതെല്ലാം എടുക്കുന്നത്. അപ്പം നാടൻ ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുകയും പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് വാല്യൂ കിട്ടാതെ വരികയും ചെയ്യും. പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി വെക്കുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൂല്യം അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് നല്ല വില കിട്ടുകയും ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല വെറൈറ്റീസ്, ആ വെറൈറ്റീസ് എത്ര കായ്ക്ക് കിട്ടും, എത്ര പത്രിക്ക് കിട്ടും, എത്ര നന്നായിട്ട് ഉണ്ടാകുന്നതാണോ, ലോ റേഞ്ചിൽ കായ്ക്കുന്നതാണോ. ഇപ്പോൾ നമ്മുടെ ഒരു വെറൈറ്റി ഹൈ റേഞ്ചിൽ കായ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലോ റേഞ്ചിൽ അത് കായ്ക്കോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് കർഷകരോട് പറയും ഇത് ഹൈ റേഞ്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഹൈ റേഞ്ചിലുള്ള കർഷകർക്ക് നമുക്കത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ലോ റേഞ്ചിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി ആണെങ്കിലും മഞ്ഞപ്പത്രി ആണെങ്കിലും ഏതൻ സെലക്ഷൻ ആണെങ്കിലും ലോ റേഞ്ചിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ലോ റേഞ്ചിൽ കൃഷി ചെയ്യാൻ പറ്റിയ എല്ലാ വെറൈറ്റിയും ഹൈ റേഞ്ചിലും നന്നായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ്. നമ്മുടെ നേഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം മണർകാട് പള്ളിയുടെ അടുത്തായിട്ടാണ്. മണർകാട് പള്ളിയുടെ അവിടെ നിന്നൊരു 100 മീറ്ററേ നമുക്കുള്ളൂ. അല്ലെങ്കിൽ ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിൽ നിന്ന് മണർകാട് പള്ളിയുടെ കുരിശുപള്ളി ഉണ്ട്, കണിയാങ്കുന്ന് എന്ന് പറയുന്ന ശേഷം അവിടെ നിന്ന് ഒരു 100 മീറ്ററോടെ മെയിൻ റോഡിൽ തന്നെ വരുമ്പോൾ ഒരു 100 മീറ്ററോടെ വലത്തോട്ട് കയറി വേണം നമ്മുടെ നേഴ്സറിയിൽ. നമ്മളിപ്പം ബോർഡ് വെച്ചിട്ടുണ്ട്, മെയിൻ റോഡിൽ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. റോഡിൽ നിന്നൊരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ നേഴ്സറിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നേഴ്സറിയുടെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ തൈകളെല്ലാം നമ്മൾ വിൽപ്പനയ്ക്കായിട്ടുള്ള തൈകൾ വെച്ചേക്കുന്നത്. നമ്മുടെ തോട്ടമുള്ളത് കൂട്ടിക്കലാണ് നമ്മുടെ ഏതൻ പ്ലാന്റേഷൻ വരുന്നത്. ഇത് നമ്മുടെ നേഴ്സറി ഉള്ളത് കോട്ടയം മണർകാടുമാണ്. ഡെലിവറി നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലോട്ടും ഡെലിവറി ഉണ്ട്. എന്നാൽ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെ നമുക്കൊരു 20 തൈയൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡെലിവറി നമ്മൾ എത്തിച്ച് നൽകും. ഈ ജില്ലകളിലെല്ലാം തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ള ജില്ലകളിലോട്ട് ഒരു 50 തൈയിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി തന്നെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. തുച്ഛമായ ഒരു വണ്ടിക്കൂലി മാത്രമാണ് നമ്മൾ മേടിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടിയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ തൈകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ തന്നെ തൈകൾ എത്തിച്ച് നൽകും. ഒരു തൃശ്ശൂർ വരെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 20 തൈയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. തൃശ്ശൂർ മേളിലോട്ടുള്ള അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 50 തൈയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ തരും. അപ്പോൾ അത് ഒരുമിച്ച് ആവണമെന്നില്ല, ചിലപ്പോൾ 2 കർഷകരൊക്കെ 50 തൈകളൊക്കെ ആകുമ്പോഴും നമ്മൾ എത്തിച്ച് കൊടുക്കാറുണ്ട്.